നമസ്കാരം സുഹൃത്തുക്കളെ. വർഗീയത കൊണ്ട് കേരളത്തെ അങ്ങ് ആകെ പാടമറിക്കാൻ പോകുമ്പോ അമൃതാനന്ദമയി എന്ന് പറയുന്ന ആൾ ദൈവത്തെ സ്നേഹിച്ചോട്ടെ, ഇഷ്ടപ്പെട്ടോട്ടെ, ഉമ്മം വെച്ചോട്ടെ, കെട്ടിപ്പിടിച്ചോട്ടെ, പക്ഷെ അതൊരു മന്ത്രി ചെയ്യുമ്പോ അമൃതാനന്ദമയി എന്ന ആൾ ദൈവത്തിന്റെ മാത്രമല്ല, അത് ദർഗയിൽ പോയി തുണി വിധിക്കുമ്പോഴും തെറ്റാണ്. അതൊരു മന്ത്രി ചെയ്യേണ്ടതല്ല. ആളെ പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ലല്ലോ. മുസ്ലിം ലീഗിലെ KM ഷാജിയാണ്. അദ്ദേഹം ഇപ്പോൾ മന്ത്രി കൂടിയാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ വിവാദമായിട്ടുണ്ട്. അതൊക്കെ അതിൽ പലതും അദ്ദേഹത്തിന് വിഴുങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഈ ഛർദ്ദിച്ചത് വാരി തിന്നുക എന്ന് കേട്ടിട്ടില്ലേ, ആ ഒരു പണി എടുക്കേണ്ട വന്നിട്ടുള്ളൊരു മുതലാണ് KM ഷാജി. ഇത് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞൊന്നുമല്ല കേട്ടോ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷേ അത് ആരെ ഉദ്ദേശമാണ് അന്ന് പറഞ്ഞത് എന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ 10 വർഷം, അതായത് പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ ആരെങ്കിലും ഈ മാതാ അമൃതാനന്ദമയി എന്ന ആ വ്യക്തിയെ പോയി കണ്ടതായിട്ട് നമുക്കറിയില്ല. പക്ഷേ ആ കാലയളവിൽ കേന്ദ്രമന്ത്രിമാരൊക്കെ അവിടെ പോയിട്ടുണ്ട്, അത് നമുക്കറിയാം. എന്തിന് രാഷ്ട്രപതി പോലും പോയിട്ടുണ്ട്. ഇനി അവരെയൊക്കെ ഉദ്ദേശിച്ചാണോ അദ്ദേഹം പറഞ്ഞതെന്നറിയില്ല. എന്തായാലും ഇപ്പോൾ അദ്ദേഹം കൂടി അംഗമായിരിക്കുന്ന സ്വന്തം മന്ത്രിസഭയിലെ തലവൻ തന്നെ ഈ പറഞ്ഞ മാതാ അമൃതാനന്ദമയെ പോയി കണ്ടിരിക്കുന്നു. അദ്ദേഹം എന്തൊക്കെയാണോ പരിഹസിച്ച ആ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നു. അവരെ കണ്ടിരിക്കുന്നു, കെട്ടിപ്പിടിച്ചിരിക്കുന്നു, ഉമ്മ കൊടുത്തിരിക്കുന്നു. അപ്പോൾ എന്ത് ന്യായീകരണം പറയും? ഇപ്പം ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ചാനലിൽ ചർച്ചയ്ക്ക് മുമ്പ് ചർച്ച നിയന്ത്രിക്കുന്ന ആൾ പറഞ്ഞ പോലെ ചോദ്യമൊന്നുമില്ല, ന്യായീകരിച്ചോളൂ എന്ന് പറയുന്ന പോലെയാണ് ഈ കോൺഗ്രസിനോടും മോദികളോടും ചോദിക്കേണ്ടിയിരിക്കുന്നത്. ചോദ്യമൊന്നുമില്ല, ന്യായീകരിച്ചോളൂ എന്നാണ് അവരോട് പറയാനുള്ളത്. എന്ത് പറഞ്ഞ് ന്യായീകരിക്കും? ഈ KM ഷാജി എന്താ പറഞ്ഞേ? മന്ത്രിയുടെ പണി അതല്ല, ഒരു മന്ത്രി ചെയ്യേണ്ടതല്ല എന്ന് പറഞ്ഞു. ഇതേ സ്ഥാനത്ത് തന്നെ ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെയാണ് പോയി കണ്ടിരുന്നെങ്കിൽ ഇയാളിത് പറയുമായിരുന്നു. ജിഫ്രി മുത്തുക്കോയ തങ്ങളെയാണ് കണ്ടിരുന്നെങ്കിൽ ഇയാളിത് പറയുമായിരുന്നു. അപ്പോൾ ഒരു സമയത്ത് അയാൾ വായിൽ വന്നത് മൊത്തം വിളിച്ചു പറഞ്ഞു. അയാൾക്ക് ഭാവിയിൽ ഒരു മന്ത്രിസഭ ഉണ്ടാകുമ്പോൾ അതിൻ്റെ തലവനായിരിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ ഈ പറഞ്ഞ മാതാ അമൃതാനന്ദമയെ പോയി കാണുമെന്നും കെട്ടിപ്പിടിക്കുമെന്നും ഉമ്മ കൊടുക്കുന്നു എന്നും പുള്ളിക്ക് ഗണിച്ചറിയാൻ പറ്റിയില്ല. അതുകൊണ്ടുള്ള കുഴപ്പമാണ്. അദ്ദേഹം വേറെ ചിലരെയൊക്കെ ഉദ്ദേശിച്ചാണ് അന്നത് പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഇടതുപക്ഷക്കാരായിട്ടുള്ള ആളുകൾ അതിൽ പോയില്ല എന്ന് തോന്നുന്നു. പക്ഷേ അതിന് മുമ്പ് AK ആൻ്റണി പോയിട്ടുണ്ട്. പിന്നീട് പോയതൊക്കെ BJPയുടെ നേതാക്കളാണ്. ഒരുപക്ഷെ അവരെ ഉദ്ദേശിച്ചിട്ടായിരിക്കും പറഞ്ഞത്. പക്ഷേ സ്വന്തം മന്ത്രിസഭയിലെ തലവൻ തന്നെ പോകും എന്ന് ഗണിച്ചറിയാനും മാത്രമുള്ള ദിവ്യദൃഷ്ടിയൊന്നും പുള്ളിക്കില്ലല്ലോ. എന്ത് ചെയ്യാം? ആദ്യമായി അദ്ദേഹം ഒരു മുസ്ലിം ലീഗുകാരനാണ്. അപ്പോൾ ആ നിലവാരമേ കാണൂ. അവിടെ നിന്നുകൊണ്ട് തൻ്റെ മുന്നിലുള്ള ആളുകളെ നോക്കി അല്ലെങ്കിൽ അവർക്ക് കോൾമേർ കൊള്ളാനുള്ള കാര്യങ്ങൾ അടിച്ചുവിടുമ്പോൾ നാളെ തനിക്ക് വിഴുങ്ങേണ്ടി വരുന്ന വാചകങ്ങളാണ് എന്ന് അയാൾ ഓർത്തില്ല. അതുകൊണ്ടുള്ള കുഴപ്പമാണ്. ഇപ്പോൾ ഈ കാര്യം പറഞ്ഞുകൊണ്ട് VD സതീശൻ എടുക്കുക ചെല്ലാൻ പറ്റുമോ? അദ്ദേഹം പറയും എൻ്റെ വിശ്വാസമാണ്, ഞാൻ പോയി തനിക്കെന്നാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് പറയാൻ പറ്റും? അയാൾ ഒരുപക്ഷെ നാളെ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കാണാനും പോകും, അല്ലെങ്കിൽ കാന്തപുരത്തിനെയും കാണാൻ പോകും. അദ്ദേഹത്തിന് ആകെ വിരോധമുള്ളത് ഇപ്പോൾ NSSൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന പോപ്പ് എന്നറിയപ്പെടുന്ന സുകുമാരൻ നായരോട് മാത്രമാണ്. ഒരുപക്ഷെ അവിടെ പോകത്തില്ലായിരിക്കും, ബാക്കി എല്ലായിടത്തും പുള്ളി പോകും. അപ്പോൾ KM ഷാജി പറഞ്ഞത് എവിടെ കിടക്കുന്നു? അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി എവിടെ കിടക്കുന്നു? KM ഷാജി പറഞ്ഞാൽ എന്താ? ഒരു മന്ത്രിയുടെ പണിയല്ല, അത് പോകാൻ പാടില്ല, അത് തെറ്റാണെന്ന് പറഞ്ഞു. അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് ഇപ്പോൾ VD സതീശൻ കാണിച്ചു തന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ തിരുത്തി പറയേണ്ട അവസ്ഥയിലാണ് KM ഷാജി. മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു മതമാണ് ഞങ്ങളുടെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞൊരു പ്രസംഗം നടത്തി. അത് വിവാദമായി കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് മെഴുകുന്ന KM ഷാജിയെ കണ്ട് ഇതിലും അതുപോലെ മെഴുകാനുള്ള എല്ലാ അവസരമുണ്ട്, എല്ലാ സ്വാതന്ത്ര്യവും അവർക്കുണ്ട്. തീർച്ചയായിട്ടും പറയുന്നത് വിഴുങ്ങാനും ഛർദ്ദിച്ചത് വാഴ്ത്തിന്നാനും ഒക്കെ മിടുക്കുള്ളവരാണല്ലോ ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് നടക്കുന്നവർ. അതിനാൽ ഈ പറഞ്ഞത് മാതാ അമൃതാനന്ദമയുടെ പേരെടുത്താണ് പറഞ്ഞത്. അദ്ദേഹത്തിന് വേറൊരു രീതിയിൽ പറയാമായിരുന്നു. ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിങ്ങളോ ആയിട്ടുള്ള ആൾദൈവമായിട്ട് നടക്കുന്നവരോ അല്ലെങ്കിൽ അങ്ങനെ ദിവ്യരായിട്ട് നടക്കുന്നവരൊക്കെ പോകുന്നത് ശരിയല്ല എന്ന തരത്തിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ അന്ന് പറയാമായിരുന്നു. അതിന് പകരം മാതാ അമൃതാനന്ദമയുടെ പേരെടുത്ത് തന്നെയാണ് അന്ന് വിമർശിച്ചത്. പക്ഷേ കാലം അദ്ദേഹത്തിന് മറുപടി കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്.